ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്തോ ഉണ്ടാക്കുന്നതെന്നറിയാമോ? ഒരു ഹെൽത്തി ഡിപ്പാണ്. അതും ചക്കക്കുരു വെച്ച്, മയോനൈസിന് പകരം ചക്കക്കുരു വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കിടിലൻ ഒരു ഡിപ്പ്. അന്നേരം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചക്കക്കുരുവാണ്. ചക്ക വെട്ടിയപ്പം ചക്കക്കുരുവൊക്കെ എടുത്ത് ഒരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ചക്കക്കുരുവൊക്കെ നമുക്കൊന്ന് ചിരണ്ടിയെടുക്കാം. ഇത്രയും ചക്കക്കുരുവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു 10-15 ചക്കക്കുരുവൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചക്കക്കുരു എല്ലാം നമുക്ക് നന്നായിട്ട് എടുത്തിങ്ങനെ തൊലി ചിരണ്ടിക്കളയാം. അപ്പോൾ തൊലി ചിരണ്ടുന്ന കൂട്ടത്തിൽ ആ ബ്രൗൺ കളർ സ്കിന്നൂടെ അങ്ങ് റിമൂവ് ചെയ്തേക്കണം. സാധാരണ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ എടുക്കുമ്പോൾ ചക്കക്കുരു മെഴുക്ക് പുരട്ടാനോ തോരൻ വെക്കാനൊക്കെ എടുക്കുമ്പോൾ ഈ ബ്രൗൺ കളർ തൊലി കളയാറില്ല. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ കണ്ടതിനകത്തിലും ചക്കക്കുരുവിൻ്റെ തൊലി കളയാതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കാണാൻ ആ മയോനൈസ് ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കും. മയോനൈസിന് പകരം ചക്കക്കുരു വെച്ചുണ്ടാക്കുന്ന ഡിപ്പ് ആയതുകൊണ്ടാണ് ഇതിന് ചക്കക്കുരു മൂസ് എന്ന് പറഞ്ഞാണ് ഇതിൽ ഇൻസ്റ്റയിലൊക്കെ വീഡിയോയിൽ കണ്ടത് കേട്ടോ. അപ്പോൾ അത് കണ്ട് ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മയോനൈസിനേക്കാളും ടേസ്റ്റ് ആയിട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാവുന്നു. ഇപ്പോഴാണ് മയോനൈസ് കഴിച്ച് ഭക്ഷ്യവിഷബാധയൊക്കെ ഏറ്റെന്ന് പറഞ്ഞ് എന്നും ന്യൂസ് പേപ്പറിൽ ഓരോ വാർത്തയല്ലേ. അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡിപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ അതൊന്നുകൂടെ നല്ലതല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു എല്ലാം പൊളിച്ച് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി അതിൽ വെള്ളം വെച്ച് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചക്കക്കുരു എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും കേട്ടോ. വലിയ വേവൊന്നുമുള്ള സാധനമല്ല ചക്കക്കുരു, നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമ്മൾ വേവിച്ചെടുത്ത ചക്കക്കുരു എല്ലാം ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ കൂടെ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ അളവിന് 4 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഇത് ഓരോ അല്ലി ഇങ്ങനെ പൊളന്നേക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് തോന്നുന്നത്. 4 അല്ലി വെളുത്തുള്ളി ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു നുള്ളു ജീരകമാണ്. ജീരകത്തിൻ്റെ പൊടിയുണ്ട്, അത് ചേർത്താലും മതി. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീരും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരഞ്ഞു വന്നിരിക്കുന്നത് കണ്ടോ. നല്ല മയോനൈസ് പോലെ തന്നെ ഇരിക്കുന്നില്ലേ. ജീരകം ചെറുതായിട്ട് അരയാനുണ്ടായിരുന്നു കേട്ടോ. ജീരകത്തിൻ്റെ പൊടി ചേർത്തായിരുന്നു നന്നായിട്ട് അരഞ്ഞു കിട്ടിയേനെ. അങ്ങനെ മയോനൈസിന് പകരം കഴിക്കാൻ പറ്റിയ ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ചക്കക്കുരു മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മളൊരു കുഞ്ഞു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം ചേർക്കാം, അതിലും കുറച്ചും ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഞാനിവിടെ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ഓയിലും തൂവിക്കൊടുത്ത് പിന്നെ ഉണക്കമുളകിൻ്റെ അരിയൊക്കെ വിതറിക്കൊടുത്ത് ഒരു പുതിനയിലയും കൂടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഡെക്കറേഷൻ ഇവിടെ പൂർത്തിയായി. അന്നേരം നമ്മുടെ ചക്കക്കുരു മൂസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചിക്കൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിപ്പാണ്. അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.